ഡൽഹി കരോൾ ബാഗിലെ തീപിടുത്തത്തിൽ ഒരാൾ മരിച്ചുവെന്ന വാർത്ത വരുന്നുണ്ട്. ലിഫ്റ്റിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇന്നലെ വൈകുന്നേരമാണ് കരോൾ ബാഗിലെ വിശാൽ മെഗാ മാർട്ടിൽ തീപിടുത്തം ഉണ്ടായത്. കരോൾ ബാഗിൽ നിന്ന് വിനീത വിജയ് തത്സമയം ചേരുന്നു. വിനീത, ഗുഡ് മോർണിംഗ്. വിനീത, ഈ തീപിടുത്തം ഇന്ന് പുലർച്ചെയാണോ ഉണ്ടായത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ സ്ത്രീയുടെ മരണം എങ്ങനെ ഉണ്ടായി? എസ് കെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ അപകടമുണ്ടായ സ്ഥലത്താണ്, കരോൾ ബാഗിലാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ആ കെട്ടിടത്തിന്റെ ഈ വിശാൽ മെഗാ മാർട്ടിലാണ് തീപിടുത്തം ഉണ്ടായത്. നമുക്കിപ്പോൾ ഈ ഫയർഫോഴ്സ് അധികൃതരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടാകുന്നത് എന്നാണ്. 4 നിലകളിലായി പ്രവർത്തിച്ചിരുന്ന ഒരു വിശാൽ മെഗാ മാർട്ടാണ്, ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണിത്. ഇവിടെ എല്ലാ സാധനങ്ങളും, തുണിത്തരങ്ങളൊപ്പം തന്നെ ക്രോക്കറി ഐറ്റംസ്, മറ്റ് സാധനങ്ങളൊക്കെ തന്നെ ഇവിടെ സുലഭമായി ലഭിക്കുന്ന ഒരു മേഖലയാണ്. നമുക്കതിന് സമീപമൊക്കെ മറ്റ് ഇത്തരത്തിലേക്കുള്ള വസ്ത്രശാലകളും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ അതിന് ഏറ്റവും മുകളിലത്തെ നിലയിൽ നിന്ന് ഇപ്പോഴും പുക ഉയരുന്നുണ്ട്. അത് കെടുത്തുന്നതിനുള്ള മറ്റ് നടപടിക്രമങ്ങളൊക്കെയാണ് ഇവിടെ ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഏതാണ്ട് ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടായത്. ഷോർട്ട് സർക്യൂട്ട് ആകാം കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള മറ്റ് അന്വേഷണങ്ങളൊക്കെ ഒരു വശത്ത് നടക്കുന്നുമുണ്ട്. ഏതാണെങ്കിലും ജീവനക്കാരെ എല്ലാം സുരക്ഷിതമായി മാറ്റിയിട്ടുണ്ട്. അത് വസ്ത്രങ്ങളടക്കം പൂർണ്ണമായും കത്തി നശിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതുകൂടാതെ തന്നെ എണ്ണയും നെയ്യും ഒക്കെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തീ വളരെ പെട്ടെന്ന് അതിങ്ങനെ കത്തിപ്പടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടാകുന്നത്. ഇതിൽ ഒരു മരണമാണിപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് ഇന്നലെ ഈ വൈകിട്ട് തീപിടുത്തം ഉണ്ടായപ്പോൾ ആ തീ മറ്റ് കൂടുതൽ വലിയൊരു അപകടത്തിലേക്ക് പോകാതിരിക്കുന്നതിനും മറ്റുമായി ഈ വൈദ്യുതി പൂർണ്ണമായും വിച്ഛേദിച്ചിരുന്നു. ഈ സമയം ലിഫ്റ്റിൽ ഒരാൾ കുടുങ്ങിയിരുന്നു. പക്ഷേ പിന്നീട് ഈ തീ പൂർണ്ണമായും ഒന്ന് കെടുത്തിയതിനു ശേഷമാണ് ഈ ലിഫ്റ്റിൽ നിന്നും ഇയാളെ പുറത്തേക്ക് എടുത്തത്. ഇയാളെ ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായിട്ടില്ല. ഇദ്ദേഹമാണ് മരിച്ചത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഒപ്പം തന്നെ ഇപ്പോഴും തീ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകുമ്പോൾ ഇപ്പോഴും കാണാൻ കഴിയുന്നുണ്ട്. ആ വിശാൽ മെഗാ മാർട്ടിന്റെ മുകൾ വശത്ത് ഇപ്പോഴും പുക ഉയരുകയാണ്. അതിനുള്ളിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വസ്ത്രങ്ങളടക്കം ഉള്ളത് കൊണ്ട് തന്നെ ഈ തീ ഒരു വശത്ത് കെടുത്തും തോറും മറുവശത്ത് നിന്ന് പുക ഇങ്ങനെ നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിൽ ഉയർന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇവിടെ എത്തിയപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന പോലെ തന്നെ 4 ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് ഈ മേഖലയിലുള്ളത്. ഇപ്പോൾ കൂടുതൽ വെള്ളം അതിനുള്ളിലേക്ക് ഓരോ മേഖലയിലും ഈ പുക ഉയർന്നു വരുന്നതിനനുസരിച്ച് ഓരോ മേഖലകളിലും തരംതിരിച്ച് അവിടെ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് പുക പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കുകയാണ്. ഏതാണ്ട് സമയത്തിനകം തന്നെ ഇത് പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും താഴത്തെ നിലയാണ്. നമുക്ക് എൻട്രി ഇതുവഴിയാണ് അകത്തേക്ക് പ്രവേശിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ തീ പെട്ടെന്ന് ആളിപ്പടർന്നപ്പോൾ ഈ ഒരു വഴി മാത്രമാണ് ഉണ്ടായിരുന്നത്. അകത്തേക്ക് പ്രവേശിക്കാനും അകത്തുള്ള ആളുകളെയൊക്കെ പുറത്തേക്ക് എത്തിക്കുന്നതിനുമൊക്കെ ഇതൊക്കെ ഒരു അപകട കാരണത്തിന് വഴിയൊരുക്കി എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അധികൃതർ പറയുന്ന വിവരം. ആ ഗ്ലാസുകളും ഒപ്പം തന്നെ അതിനുള്ളിലേക്ക് നമുക്ക് പോകുമ്പോൾ വളരെ വ്യക്തമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട്. പൂർണ്ണമായും അതിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന സാധനങ്ങളൊക്കെ പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുകയാണ്. ഏതാണെങ്കിലും മറ്റ് ജീവനക്കാരും ഈ സാധനങ്ങൾ വാങ്ങാൻ വന്നവരുമൊക്കെ സുരക്ഷിതമായി അവർ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇപ്പോഴും ആ പുക മുകളിൽ നിന്ന് ഉയരുന്നത് തന്നെയാണ് ഇപ്പോഴും ആശങ്കയുണ്ടാക്കുന്നത്. ഏതാണെങ്കിലും ഈ പുക ഉയരുന്ന മേഖല കണ്ടെത്തി അവിടെ കൂടുതൽ വെള്ളം ആ മേഖലകളിലേക്ക് എത്തിച്ച് തീ കൂടുതൽ നിയന്ത്രണ വിധേയമാക്കുന്നതിനുള്ള ഒരു ശ്രമം ഇപ്പോഴും തുടരുകയാണ്. SKN ഇപ്പോഴും 4 ഫയർ ഫോഴ്സ് യൂണിറ്റുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കൂടുതൽ ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തി അവർ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്.